ഹായ് ഫ്രണ്ട്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ടെൻസിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെൻസ് സ്റ്റാർട്ട് ചെയ്തു. പ്രസൻറ്റിൽ 2 ടെൻസ് പഠിച്ചു. സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസും പഠിച്ചു. ഇനി നമുക്ക് പ്രസൻറ്റിൻ്റെ 2 ടെൻസ് കൂടെ ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ബാക്കി കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻസുകളെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പോൾ ടെൻസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെൻസ് പ്രധാനമായിട്ട് 3 ടെൻസാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ആൻഡ് ഓരോന്നിനും 4 വകഭേദങ്ങളുണ്ട്. ടോട്ടലി നമുക്ക് 12 ടെൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസൻറ്റിൻ്റെ 2 ഫോംസ് ആയിട്ടുള്ള സിമ്പിൾ പ്രസൻറ്റും എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസും പഠിച്ചു അല്ലേ? അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ പഠിച്ചു. സിമ്പിൾ പ്രസൻറ്റിൻ്റെ നമ്മൾ 2 കാര്യമാണ് പ്രധാനമായിട്ടും പഠിക്കാൻ പറഞ്ഞത്. എന്തൊക്കെയാണ്? നമ്മുടെ ബേസ് ഫോം എന്താണെന്ന് പഠിക്കണം, അതിൻ്റെ കീ വേർഡ്സ് പഠിക്കണം. സിമ്പിൾ പ്രസൻറ്റിൻ്റെ ബേസ് ഫോംസ് എന്തായിരുന്നു? ഡു ഓർ ഡസ് അല്ലേ? ഡു ഓർ ഡസ് പ്ലസ് വെർബ്, സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വെർബ്. ആൻഡ് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ പ്ലസ് V3 പ്ലസ് ING. പ്രസൻറ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ പ്ലസ് ING അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോണത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത് പഠിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഇതിൻ്റെ ബേസ് ഫോംസ് പഠിക്കുക. ഓക്കെ, എന്താണ് ശരിക്കും ബേസ് ഫോമും കീ വേർഡ്സും പഠിക്കുക. ബേസ് ഫോം എന്താണെന്ന് അറിയാമോ? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസ് ഫോം. ഓക്കെ, ഇതിൻ്റെ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിതെന്താ പഠിക്കുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ? പെർഫെക്റ്റിൽ വരുന്ന ബേസ് ഫോംസ് ആരാണ്? ഹാസ്, ഹാവും V3 ആണ്. ഓക്കെ, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ എപ്പോഴും എച്ചുകളായിരിക്കും. ഓക്കെ, ഹാഡ്. ഓക്കെ, അപ്പം നിങ്ങൾ എപ്പോഴൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര എച്ചുകളായിരിക്കും. ജസ്റ്റ് അങ്ങനെ ഇമാജിൻ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാർ എപ്പോഴും ഭയങ്കര എച്ചുകളായിരിക്കും. അവർ ആർക്കും ഒന്നും കൊടുക്കില്ല, നയാ പൈസ എന്ത് ചെയ്യത്തില്ല, ചിലവാക്കത്തില്ല. അപ്പം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാർ എച്ചുകളായിരിക്കും. എച്ചുകൾ എന്ന് പറയുമ്പോൾ ഹാസ്, ഹാവ്, ഹാഡും ആണ് എച്ചുകൾ. ഓക്കെ, ഇവരുടെ കൂടെ എപ്പോഴും V3 ഫോംസ് മാത്രമേ വരൂ. അതായത് ടെൻസിൻ്റെ 3rd ഫോം. അതായത് ഹാസ് ഗോൺ, ഗോ, വെൻറ്റ്, ഗോൺ. ഗോൺ ആണ് 3rd ഫോം. ഹാസ് റിട്ടൺ, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഓക്കെ, ഹാസ് ഈറ്റൺ, EAT, ഈറ്റൺ. ഓക്കെ, എപ്പോഴും ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡിൻ്റെ കൂടെ V3 ഫോംസ് മാത്രമേ വരൂ. പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും എച്ചുകളായിരിക്കും. അത് ഓർത്ത് വയ്ക്കുക. കാരണം നിങ്ങൾക്ക് പെർഫെക്റ്റ് ടെൻസ് എപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് എന്ന് കേട്ടാലും നിങ്ങൾക്ക് അപ്പോൾ എന്തെത്തണം? ഹാസും ഹാവും ആണ്, എച്ചുകളാണ് അവിടെ വരുന്നതെന്ന് ഓർക്കണം. അവരുടെ കൂടെ V3 വരുള്ളൂ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ട്രിക്ക് പറഞ്ഞതാണ്. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും എച്ചുകളായിരിക്കും. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആയിരിക്കും. ഓക്കെ, ഇനി ഹാസ് ഓർ ഹാവ് ഹാഡും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് പ്രസൻറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഹാസ് ഹാവ് മാത്രം പറയുന്നത്. ഇനി ഇപ്പം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാണ്. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ടെൻസിൽ ഹാസ് ഹാവും ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഏത് ടെൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തോർക്കുക? എച്ചുകൾ എപ്പോഴും പെർഫെക്റ്റുകളായിരിക്കും. അപ്പോൾ പെർഫെക്റ്റ് ടെൻസ് ഉണ്ടെങ്കിൽ, പെർഫെക്റ്റ് എന്ന് പറയുന്നൊരു ടെൻസ് ഉണ്ടെങ്കിൽ അത് എഴുതുക. ഓക്കെ, പെർഫെക്റ്റ് എന്ന് പേരുണ്ടെങ്കിൽ എപ്പോഴും ഓർക്കുക എച്ചുകളായിരിക്കും. അപ്പോൾ പെർഫെക്റ്റ് ഈസ് ഈക്വൽ ടു എച്ചുകൾ. പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആയിരിക്കും. ഓക്കെ, ഇനി ഇവരെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മളൊരു പ്രവൃത്തി നടക്കുക, അതിൻ്റെ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഫലം അപ്പം തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ടെൻസുകളാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടെൻസുകൾ എന്ന് പറയുക. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അപ്പം തന്നെ നിൽക്കും. ഓക്കെ, അതായത് ഒരു ആക്ഷൻ, ഓക്കെ, അതായത് പാസ്റ്റ് ആക്ഷൻ വിത്തൗട്ട് ടൈം പറയാത്ത പാസ്റ്റ് ആക്ഷനെ കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് എക്സാമ്പിൾ, ദേ ഹാവ് ഗോൺ. ദേ ഹാവ് ഗോൺ. ദേ പ്ലൂറൽ ആയതുകൊണ്ടാണ് ഹാവ് വന്നത്. ഹാവ് എന്താണ്? പ്ലൂറലാണ് കേട്ടോ. ഇവിടെ ഹാവ് എന്ന് പറയുന്നത് പ്ലൂറലാണ്, ഹാസ് സിംഗുലർ ആണ്, ഹാവ് പ്ലൂറലാണ്. ഓക്കെ, അപ്പോൾ ദേ പ്ലൂറൽ ആയതുകൊണ്ടാണ് ഹാവ് വന്നത്. ദേ ഹാവ് ഗോൺ, അവർ പോയി. ഇനി ഇവിടെ യെസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായിരുന്നെന്ന് ഓർത്തോ നിങ്ങൾ? ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഇത് പാസ്റ്റിൽ നടന്ന കാര്യം. അവർ ഇന്നലെ എപ്പോഴെങ്കിലും ദേ ഹാവ് ഗോൺ, ജസ്റ്റ് അവരിപ്പം അങ്ങോട്ട് പോയി. പക്ഷേ യെസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ഈ യെസ്റ്റർഡേ എന്ന് പറയുന്ന വേർഡ് പാസ്റ്റ് ആക്ഷനെ കാണിക്കുന്ന ഒരു കീവേഡാണ്. ഓക്കെ, പാസ്റ്റിനെ കാണിക്കുന്ന കീവേഡാണ് യെസ്റ്റർഡേ. അപ്പോൾ യെസ്റ്റർഡേ ഉണ്ടെങ്കിൽ ഇത് എന്താവും എന്ന് അറിയാമോ? പാസ്റ്റ് പെർഫെക്റ്റ് ആകും.
പാസ്റ്റ്. ഹാവ് ഗോൺ ഉള്ളതുകൊണ്ട് പെർഫെക്റ്റ് ടെൻസ് ആണ്. യെസ്റ്റർഡേ എന്ന് പറയുന്ന കീവേഡ് വന്നാൽ യെസ്റ്റർഡേ പാസ്റ്റിനെ കാണിക്കുന്ന കീവേഡാണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഇവിടെ എന്തില്ല, നമുക്ക് കീവേഡ് ഒന്നും ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ടൈം കൃത്യമായിട്ട് പറയുന്നില്ല. ടൈം പറയാത്ത ജസ്റ്റ് പാസ്റ്റ് ആക്ഷൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിന് പ്രസൻറ്റ് പെർഫെക്റ്റ് കാണിക്കും. ഓക്കെ, ദേ ഹാവ് ഗോൺ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഐ ഹാവ് സീൻ ഹിം. ഓക്കെ, ഞാൻ അവനെ കണ്ടു. ഹാവ് പ്ലസ് V3 കണ്ടോ, H+V3 വന്നേ, ഹാവ് പ്ലസ് V3. ഐ ഹാവ് സീൻ ഹിം, ഞാൻ അവനെ കണ്ടു. എപ്പോഴാണെന്ന് പറയുന്നില്ല, ജസ്റ്റ് ഞാൻ കണ്ടു. അത് പാസ്റ്റ് നടന്ന കാര്യമാണ്, പക്ഷെ സമയം പറയുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. ഓക്കെ, അടുത്ത കാര്യം എന്ന് പറയുന്നത്, അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്, അതായത് ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ നടന്ന ആക്ഷൻസ് പറയാൻ. ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആക്ഷൻസ്. ഓക്കെ, ജസ്റ്റ് ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ നടന്ന ആക്ഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ ഷീ ഹാഡ്, ഓക്കെ സോറി, ഷീ ഹാസ് അല്ലേ, ഷീ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. കണ്ടോ, ഷീ ഹാസ് പ്ലസ് V3, H+V3. ഷീ ഹാസ് ജസ്റ്റ് ഇപ്പം അങ്ങോട്ട് ഗോൺ ഔട്ട്, പുറത്തേക്ക് പോയതേ ഉള്ളൂ. അതായത് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആക്ഷനാണ്, ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞ ഒരു ആക്ഷനാണ്, ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ നടന്ന കാര്യമാണ്. ഷീ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. ഹി ഹാസ് ജസ്റ്റ് കം ഇൻ. ഓക്കെ, അല്ലെങ്കിൽ അവൻ ജസ്റ്റ് അകത്തേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആക്ഷൻസ് പറയാൻ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്, അതായത് പാസ്റ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സമയത്തിൽ മുന്നേ നടന്ന കാര്യങ്ങൾ. ഓക്കെ, എക്സ്പ്രസ് ആക്ഷൻ ദാറ്റ് ഹാപ്പൻഡ് എന്ന് മതി. ഓക്കെ, ദാറ്റ് ഹാപ്പൻഡ് ബിഫോർ ദ എക്സ്പെക്റ്റഡ് ടൈം. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടൈമിന് മുന്നേ നടന്ന കാര്യങ്ങൾ പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും, പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. ഓക്കെ, ഇനി നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു എക്സാമ്പിളാണ്, എന്താണ്, ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ഓക്കെ, ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു എക്സാമ്പിളാണ്, ഞാൻ എത്തുന്നതിന് മുന്നേ ട്രെയിൻ അങ്ങ് പോയി. ഓക്കെ, ഞാൻ സ്റ്റേഷനിലേക്ക് എത്തി, പക്ഷെ അതിന് മുന്നേ എന്ത് നടന്നിട്ടുണ്ടായിരുന്നു, ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിന് തൊട്ട് മുന്നേ പാസ്റ്റിൽ നടന്ന ആക്ഷൻസ് ആണ്. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് മുന്നേ നടക്കുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരുന്ന ഒരു കണ്ടീഷൻ. അതായത് ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ട്രെയിൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സോറി ഇവിടെ ഹാഡ് അല്ല ഹാസ് ആണ് വരിക. ദ ട്രെയിൻ എന്തുണ്ടായിരുന്നു, ഹാസ് ഓൾറെഡി ലെഫ്റ്റ്. കാരണം ഇത് ഹാസ് ഹാവ് അല്ലേ വരിക. ദ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ്. ഞാൻ ചെന്നപ്പോഴത്തേക്കും ട്രെയിൻ അങ്ങ് പോയി. ഓക്കെ, ദേ ഹാവ്, ദേ പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ്. ഓക്കെ, ട്രെയിൻ സിംഗുലർ ആയതുകൊണ്ട് ഹാസ്. ഓക്കെ, ട്രെയിൻ സിംഗുലർ ആണ്, ഹാസ്. ദേ പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ്. ദേ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് ദ ഹോംവർക്ക്. അവരെന്ത് ചെയ്തു, ഓൾറെഡി അവർ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കഴിഞ്ഞിട്ടുള്ള പാസ്റ്റ് ആക്ഷൻസിനെ കാണിക്കാൻ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കീ വേർഡ്സ് പഠിച്ചു വയ്ക്കുക. കീവേഡ് വേണമെങ്കിൽ ഇവിടെ പറഞ്ഞുതരാം കേട്ടോ. കീവേഡ്സ് ഇവിടെ എഴുതാം. കീവേഡ്സ് പഠിച്ചു വയ്ക്കുക, എന്തൊക്കെയാണ് കീവേഡ്സ് എന്നുള്ളത്. അതായത് കീവേഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ ടൈമിനെ കാണിക്കുന്നതാണ് കേട്ടോ. എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നുള്ളത് പഠിക്കുക, അതിൻ്റെ ബേസ് ഫോംസ് പഠിക്കുക. സബ്ജക്റ്റ് പ്ലസ് ഹാസോ ഹാവ് പ്ലസ് V3 പ്ലസ് കീവേഡ്സ് പഠിച്ചു വയ്ക്കുക. നെവർ കണ്ടാൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. യെറ്റ്, ഓക്കെ, ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞല്ലോ, ഓൾറെഡി അതായത് നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ, അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് മുന്നേ നടന്നു, അപ്പോൾ ഓൾറെഡി വരും അവിടെ എല്ലാം. ഓൾറെഡി കാണിക്കുക, ഓൾറെഡി. പിന്നെ ലേറ്റ്ലി, റീസെൻ്റ്ലി, സോ ഫാർ, ഓക്കെ, എവർ, ഓക്കെ, നെവർ, യെറ്റ്, ഓൾറെഡി, റീസെൻ്റ്ലി, സോ ഫാർ, എവർ. സോ ഇതൊക്കെ എന്താണ്,
പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കീവേഡ്സ് ആണ്. ഓക്കെ, അപ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് ബേസ് ഫോം മനസ്സിലായല്ലോ. പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എച്ചുകളാണ്. പ്രസൻറ്റ് ആയതുകൊണ്ട് ഹാസും ഹാവും ആണ് വരിക. ഓക്കെ, ഹാസ്, ഹാവ് പ്ലസ് V3. കീവേഡ്സ് പഠിക്കാൻ നെവർ, യെറ്റ്, ഓൾറെഡി, ലേറ്റ്ലി, റീസെൻ്റ്ലി, സോ ഫാർ, എവർ. ഓക്കെ, എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിക്കുക. എന്താണ് നമ്മൾ ഓൾറെഡി ടൈം പറയാത്ത ഒരു പാസ്റ്റ് ആക്ഷനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് മുന്നേ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ പറയാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊന്ന് നിങ്ങൾക്ക് ഒരു 2 ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാവേ. ഒരു ക്വസ്റ്റ്യൻ എഴുതാവേ. ശ്യാം ഹാസ് ഡാഷ് ടു മുംബൈ. ഓക്കെ, ഇവിടെ ഫ്ലൈ തന്നിട്ടുണ്ട്. ഓക്കെ, ശ്യാം ഹാസ് ഡാഷ്ഡ് മുംബൈ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കേ. ഫ്ലൈ, പി എന്താണ്, ഫ്ലൂ, സി ഫ്ലോൺ, ഡി ഫ്ലോൺ. ഓക്കെ, ശ്യാം ഹാസ് ഡാഷ്ഡ് മുംബൈ. ഓക്കെ, എന്തായിരിക്കും ആൻസർ വരിക? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ഹാസ് കണ്ടതുകൊണ്ട് നമുക്ക് എന്തറിയാം, എച്ച് വന്നുകൊണ്ട് ഇത് എന്ത് ടെൻസ് ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ശ്യാം എന്താണ്, സിംഗുലർ ആണ്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇവിടെ സിംഗുലർ വന്നു. അപ്പോൾ എച്ചിൻ്റെ കൂടെ പ്ലസ് എന്താണ് വരേണ്ടത്, V3 ഫോമാണ് വരേണ്ടത്. ഓക്കെ, ഫ്ലൈയുടെ വെർബ് ഇവിടെ തന്നിട്ടുണ്ട്, എന്താണ്, ഫ്ലൈ ആണ്. ഓക്കെ, ശ്യാം എന്താണ്, മുംബൈയിലേക്ക് പറക്കുന്നു. ഓക്കെ, അപ്പോൾ എച്ച് ആയതുകൊണ്ട് പ്ലസ് V3 ഫോം ആയിരിക്കണം വരേണ്ടത്. അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. എച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെർബാണ് ചോദിക്കണമെങ്കിൽ ഹാസോ ഹാവോ ഹാഡോ ആണെങ്കിൽ എന്തായാലും നിങ്ങൾ V3 ഫോം അങ്ങ് എഴുതിയിരുന്നാൽ മതി. ഇവിടെ ഫ്ലൈ വെർബ് തന്നിട്ടുണ്ട്, വെർബിൻ്റെ V3 ഫോം ഫ്ലൈ, ഫ്ലോൺ ആണ് കേട്ടോ, FLOWN. ശ്യാം ഹാസ് ഫ്ലോൺ ടു മുംബൈ, ഈ സി ആണ് ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. I dash him for a long time. Okay, I dash him for a long time. Option A, knew, B, know, C, have, known. D എന്ന് പറയുന്നത് shall know. Okay, I dash him for a long time. Okay, എനിക്ക് അവൻ എന്തറിയാം, ലോങ് ടൈമായിട്ട് എനിക്ക് അവനെ അറിയാം. ഓക്കെ, അപ്പം ലോങ് ടൈം എന്നുള്ള കാര്യം നിങ്ങൾ കേട്ട ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഈ ലോങ് ടൈം എന്നുള്ളതൊരു കീവേഡാണ് കേട്ടോ. നമ്മൾ നേരത്തെ കൂട്ടത്തിൽ പറഞ്ഞത് എഴുതി വെച്ചിരിക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റിനെ കാണിക്കുന്ന ഒരു കീവേഡാണ് ലോങ് ടൈം. ഓക്കെ, അപ്പം ഇവിടെ ഇതൊരു ലോങ് ടൈം എന്ന് പറയുന്നത് ഒരു കീവേഡ് ആയതുകൊണ്ട് ഐ ഹാവ് നോൺ വരും കേട്ടോ. എച്ച് പ്ലസ് V3 വരും. ഒരു കീവേഡ് എന്താണ്, പ്രസൻറ്റ് പെർഫെക്റ്റിനെ കാണിക്കുന്ന കീവേഡാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും, റൂട്ട് ഫോം എന്ന് പറഞ്ഞാൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ് അല്ലേ. അപ്പോൾ ഐ പ്ലൂറൽ ആണ്. ഐ പ്ലൂറൽ ആയതുകൊണ്ട് എന്ത് വരണം, ഹാവ് വരണം. ഹാസ് വരത്തില്ല, ഐ സിംഗുലർ അല്ല, ഐ എന്ന് പറയുന്നത് പ്ലൂറൽ. അപ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ആയിരിക്കും ഐയുടെ കൂടെ വരിക. അപ്പോൾ ഐയുടെ കൂടെ എന്ത് വരും, ഹാവ്. അപ്പോൾ ഐ ഹാവ് ആണ് വരുന്നത്. ഐ ഹാവ് ആണ് വരുന്നതെങ്കിൽ പ്ലസ് എന്തിന് വരും, V3 ഫോം, നോൺ. ഓക്കെ, അപ്പം സി വരും ഓപ്ഷൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. എ സ്മോൾ ഡോഗ് സേവ്ഡ് ബൈ ദ ടൂറിസ്റ്റ് ഡാഷ് ലെഫ്റ്റ് ദ home. Okay, a small dog saved by the tourist dash left the home. Okay, A have, B has, C had, D none. Okay, എന്താണ്, ഒരു ഡോഗിനെ ഒരു ടൂറിസ്റ്റ് റെസ്ക്യൂ ചെയ്ത് അവിടെ കൊണ്ടുപോയി, അതിനെ വീട്ടിൽ കൊണ്ടുപോയി. ഓക്കെ, എ സ്മോൾ ഡോഗ് സേവ്ഡ് ബൈ ദ ടൂറിസ്റ്റ് ഡാഷ് ലെഫ്റ്റ് ആണ് ദ ഹോം. ഓക്കെ, അപ്പം ഹാസ് ലെഫ്റ്റ് ആണോ, ഹാഡ് ലെഫ്റ്റ് ആണോ, ഹാവ് ലെഫ്റ്റ് ആണോ? ഓക്കെ, എ സ്മാൾ ബോയ് സേവ്ഡ് ബൈ ദ ടൂറിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആണ്. ഓക്കെ, അപ്പം ഹാസ് ലെഫ്റ്റ് വരും, ഹാസ് ലെഫ്റ്റ് ദ ഹോം. ഓക്കെ,
അപ്പം നമുക്കിനി അടുത്ത ടെൻസ് പഠിക്കാം. അടുത്ത പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് കേട്ടോ. പ്രസൻറ്റിൻ്റെ ലാസ്റ്റ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കുക, നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് ഫോം എഴുതാൻ പറ്റുമോ നോക്കുക. ഓക്കെ, എങ്ങനെയായിരിക്കും ഇതിൻ്റെ ബേസ് ഫോം എഴുതുക? എങ്ങനെയായിരിക്കാം? നിങ്ങളിത് നോക്കേണ്ട ഒരു കാര്യം, ഇത് പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് ആണെങ്കിൽ ആരാണ്? എച്ചുകളായിരിക്കും. എച്ചുകളാണെങ്കിൽ അവരോട് V3 വരും. ഓക്കെ, പെർഫെക്റ്റ് ആയതുകൊണ്ട് എച്ചുകളാണ് പ്ലസ് V3 വരും. ഓക്കെ, അപ്പം ഹാസ് ഓർ ഹാവ് എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ എച്ചുകളാണ്, ഹാസും ഉണ്ട് ഹാവും ഉണ്ട്. അപ്പോൾ മുന്നേ ആരായിരിക്കും വരിക? സബ്ജക്റ്റ് വരണം. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് നമുക്ക് കണ്ടിന്യൂസ് ആണല്ലോ. പെർഫെക്റ്റ് ആയതുകൊണ്ട് എച്ചുകളും വരും, കണ്ടിന്യൂസ് ആയതുകൊണ്ട് ആര് വരും? ING വരും ഇല്ലേ? അപ്പോൾ നമുക്കിവിടെ ആര് വരണം? അടുത്തത് വെർബ് പ്ലസ് ING ആയിരിക്കും വരേണ്ടത്, അല്ലെങ്കിൽ വെർബിൻ്റെ ING ഫോം ആയിരിക്കും വരേണ്ടത് അല്ലേ? ING ആണ് വരേണ്ടത്. ഓക്കെ, ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് സാധാരണ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോംസ് ആണെങ്കിൽ നമുക്ക് ഈസാമാർ പ്ലസ് ING, അല്ലെങ്കിൽ ഓക്കെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈസാമാർ പ്ലസ് ING വരും. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് ING വരും. ഓക്കെ, സോ ഇവരെ പ്രസൻറ്റ് ഫോംസിനെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് INGയുടെ ഇവരുടെ ഈസാമാറിൻ്റെ കൂടെ ING കണക്ട് ചെയ്യാം. പാസ്റ്റ് ആണെങ്കിൽ വാസ് ഓർ വെയറിൻ്റെ കൂടെ ING കണക്ട് ചെയ്യാം. ഓക്കെ, ഇവരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാം. പക്ഷേ പെർഫെക്റ്റുകളുടെ കൂടെ ഒരിക്കലും ഇവരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ING ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ING എടുത്ത് എഴുതാൻ പറ്റില്ല. ഓക്കെ, എപ്പോഴും അത് ഓർക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ആയിട്ട് ING എഴുതാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പെർഫെക്റ്റ് ആയതുകൊണ്ട് എച്ചുകൾ ആരെങ്കിലും ഉണ്ടാവുമോ എന്നറിയാം. അപ്പം പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് ഹാസ് ഹാവും ആണ് വരുന്ന എച്ചുകൾ. കണ്ടിന്യൂസ് ഫോം ആയതുകൊണ്ട് എൻഡ് ചെയ്യുന്നത് എന്തിലായിരിക്കും? INGയിലായിരിക്കും എന്ന് നമുക്കറിയാം. പക്ഷേ ഈ പ്രസൻറ്റ് എന്താണ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും പോലെ ഇവർ ഡയറക്റ്റ് ആയിട്ട് ING ഇവരിലേക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കിങ് വെർബ് ഒരു ലിങ്കിങ് വേർഡ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് വേർഡ് ഈസ് ബീൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെർഫെക്റ്റുകളുടെ കേസിൽ എപ്പോഴും എന്ത് എഴുതരുത്? ഹാസിൻ്റെ ഹാവിൻ്റെ കൂടെ ഡയറക്റ്റ് ING എഴുതരുത്. ഇവിടെ ബീൻ ചേർക്കുക, വെർബിൻ്റെ ബീൻ ഫോം ചേർത്തിട്ട് വേണം ING എഴുതാൻ. ഓക്കെ, സോ ഇതാണ് ബേസ് വെർബ് എന്ന് പറയുന്ന ബേസിക് ഫോം. സോ ഈ ബേസിക് ഫോം പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതായത് സബ്ജക്റ്റ് എപ്പോഴും ഉണ്ടാവും, എൻഡ് ചെയ്യുന്നത് ആരെങ്കിലും ഉണ്ടാവും, ഒരു വെർബ് ഉണ്ടാകും. വെർബിൻ്റെ ചിലപ്പോൾ S ഫോമിൽ എൻഡ് ചെയ്യാം, ചിലപ്പോൾ ED ഫോമിൽ, ചിലപ്പോൾ ING ഫോമിൽ. ഇനി നമ്മൾ എന്ത് ടെൻസ് ആണെന്ന് ടെൻസിൻ്റെ പേര് നോക്കുക. ടെൻസിൻ്റെ പേര് നോക്കി തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, പെർഫെക്റ്റ് ആയതുകൊണ്ട് എച്ചുകളായിരിക്കും. അപ്പം ഹാസും ഹാവും. പ്രസൻറ്റ് ആയതുകൊണ്ടാണ് ഹാസ് ഹാവ് വന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ആര് വരുമായിരുന്നു? ഹാഡ് വരുമായിരുന്നു. ഓക്കെ, ഇപ്പോൾ പ്രസൻറ്റ് ആണോ പാസ്റ്റ് ആണോ നോക്കുക, അവരുടെ പെർഫെക്റ്റിന് എഴുതുക അല്ലേ? ഹാസ് ഓർ ഹാവ് പ്ലസ് കണ്ടിന്യൂസ് ഫോം ആയതുകൊണ്ട് എന്തിൽ എൻഡ് ചെയ്യണം? INGയിൽ എൻഡ് ചെയ്യണം. സോ ഇവിടുത്തെ പോലെ നമുക്ക് ഡയറക്റ്റ് ING ഇവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഹാസിനെ ഹാവിനെ ഒരിക്കലും ഡയറക്റ്റ് ING ആയിട്ട് കണക്ട് ചെയ്യരുത്. അവരുടെ കൂടെ ഒരു ലിങ്ക് വേർഡ് ഉണ്ടാവും, ദാറ്റ് ഈസ് ബീൻ. ഓക്കെ, ഇപ്പോൾ ഹാസ് ഹാവ് ഉണ്ടെങ്കിൽ എപ്പോഴും ബീൻ കാണും അവരുടെ കൂടെ. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ, കണ്ടിന്യൂസിൻ്റെ കാര്യമാണ് കേട്ടോ. കണ്ടിന്യൂസ് ആണെങ്കിൽ എൻഡ് ചെയ്യുന്ന INGയിലാണ്. ഇവർ നമുക്ക് ING ആയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ING നമുക്ക് വേണം തന്നെ. അപ്പോൾ ഇവരെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ബീൻ വെച്ചിട്ടാണ്. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഓൾറെഡി അതായത് ഒരു ആക്ഷൻ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു, സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയും അതിനെ. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് ബീൻ ഓക്കെ റൈറ്റിംഗ് എ ബുക്ക് ഫോർ 2 hours. കണ്ടോ? ഇവിടെ നമ്മൾ ഈസി ആയിട്ട് നമുക്കിത് കണ്ടുപിടിക്കുന്നത് ഭയങ്കര എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഹാസ് ഓർ ഹാവ് കണ്ടോ? ഹാസ് ഓർ ഹാവ് പ്ലസ് ING വന്നു, ഹാസും ഹാവും വന്നു, അല്ലെങ്കിൽ എച്ച് വന്നു പ്ലസ് ING വന്നപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം പ്രസൻ്റ് ആണ്. എച്ച് വന്നുകൊണ്ട് പെർഫെക്റ്റ് ആണ്, ING വന്നതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കണ്ടോ? എച്ച് വന്നതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. ING എൻഡ് ചെയ്തതുകൊണ്ട്, വെർബ് INGയിൽ എൻഡ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. കണ്ടോ? പിന്നെ ഇവരെ കണക്ട് ചെയ്യാൻ ഇവിടെ ഓൾറെഡി ബീൻ ഉണ്ട്. സോ ഇത്രയും കാണുമ്പോൾ തന്നെ എച്ച് പ്ലസ് ING കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാകും. ഓക്കെ, ഹാവ് ബീൻ, ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ബുക്ക്
ഫോർ 2 hours. ഞാൻ 2 മണിക്കൂറായിട്ട് ഒരു ബുക്ക് ഓൾറെഡി എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്, ഇതുവരെ തീർന്നിട്ടില്ല. ഓക്കെ, അപ്പം 2 മണിക്കൂറിന് മുന്നേ തുടങ്ങിയ പ്രവൃത്തിയാണ്. ഓക്കെ, ഇത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു? ബിഫോർ 2 hours, 2 മണിക്കൂറിന് മുന്നേ ഞാൻ എഴുതാൻ തുടങ്ങി, പക്ഷേ എൻ്റെ ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. അതായത് പാസ്റ്റിൽ തുടങ്ങി, പക്ഷേ ഇതുവരെ തീർന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു, സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്തിൽ പറയണം? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലായിരിക്കും പറയുക. ഓക്കെ ഓക്കെ ഹി ഹാസ് ബീൻ preparing for UPSC exam for 2 years. ഓക്കെ, അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഹി ഹാസ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ UPSC എക്സാം. കണ്ടോ, എച്ച് പ്ലസ് പ്രിപ്പയറിംഗ് ING പ്ലസ് ഇവിടെ കണക്ട് ചെയ്യാം ബി. അപ്പം എച്ചും ING വരുമ്പോൾ തന്നെ നിങ്ങൾ പെർഫെക്റ്റ് ആണ്, ING ആണ്ട് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കണം. ഹി ഹാസ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ UPSC എക്സാം ഫോർ 2 years. 2 വർഷമായിട്ട് അവൻ UPSC എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവരെ എക്സാം കിട്ടിയിട്ടില്ല. 2 വർഷത്തിന് മുന്നേ തുടങ്ങിയതാണ്, അതായത് പാസ്റ്റിലും തുടങ്ങിയതാണ്. സ്റ്റിൽ ഹീ ഈസ് പ്രിപ്പയറിംഗ്, അവൻ ഇപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇതെന്തായിരിക്കും? പാസ്റ്റ് തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സെയിം കാര്യം തന്നെ, പാസ്റ്റിൽ തുടങ്ങി, ഓക്കെ, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്ക് കീവേഡ്സ് മീൻസ് അവിടെ ടൈം പറയില്ല. ഓക്കെ, പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു, സ്റ്റിൽ കണ്ടിന്യൂ വിത്തൗട്ട് ടൈം. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ജസ്റ്റ് ഇത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി ഇതിൽ വരുന്ന ടൈം ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഇതിൽ കീവേഡ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കീവേഡ് 2 ഇമ്പോർട്ടൻറ്റ് കീവേഡാണ്. ഓക്കെ, ഏതൊക്കെയാണ് കീവേഡ് എന്ന് അറിയാമോ? സിൻസ്, ഫോർ. ഓക്കെ, ഈ 2 കാര്യം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. സിൻസും ഫോറും. ഓക്കെ, സിൻസും ഫോറും. എന്താണ് സിൻസിന് ഫോറിന് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് ടൈം കാണിക്കാനാണ് സിൻസ് ഉപയോഗിക്കുന്നത്. ഒരു പോയിന്റ് ഓഫ് ടൈം കാണിക്കാനാണ് സിൻസ് ഉപയോഗിക്കുന്നത്. ഫോർ എന്ന് പറയുന്ന ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. ഓക്കെ, പീരീഡ് ഓഫ് ടൈം, ഒരു പോയിന്റ് ഓഫ് ടൈം, ജസ്റ്റ് ഒരു പോയിന്റിനെ കുറിച്ച് മാത്രം, അതായത് ആ സമയത്ത് നടന്ന ഒരു കാര്യം മാത്രമാണ് സിൻസിൽ നമ്മൾ പറയുന്നത്. ഫോർ എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാനാണ് നമ്മൾ ഫോർ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം സിൻസും ഫോറും എവിടെ വരുന്നതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുന്നതാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് എച്ചുകളാണ്, ഹാസ് ഓർ ഹാവ് ആണ്. ഹാസ് ഹാവ് വന്നത് പ്രസൻറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. പാസ്റ്റ് വരുമ്പോൾ ഇവിടെ ആര് വരും? ഹാഡ് വരും. ഓക്കെ, പിന്നെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ING ലെൻ്റെയും രണ്ടുപേരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വേർഡാണ് ബീൻ. ഓക്കെ, അപ്പം സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് ING വരും. ഓക്കെ, പാസ്റ്റിൽ നടന്ന ഒരു കാര്യം എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ അത് ഉപയോഗിക്കും. ഇതിൻ്റെ കീവേഡ്സ് സിൻസും ഫോറും ആണ്. ഓക്കെ, നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, മൈ സിസ്റ്റർ ഡാഷ് ഇൻ മൈ ഹൗസ് ഫോർ 5 years. ഓക്കെ, എൻ്റെ സിസ്റ്റർ എൻ്റെ ഹൗസിൽ 5 വർഷമായിട്ടുണ്ട്. മൈ സിസ്റ്റർ ഡാഷ് ഇൻ മൈ ഹൗസ് ഫോർ 5 years. ഓക്കെ, ഓപ്ഷൻ എ വാസ് സ്റ്റേയിങ്, ഓപ്ഷൻ ബി ഈസ് സ്റ്റേയിങ്, ഓപ്ഷൻ സി ഹാസ് ബീൻ സ്റ്റേയിങ്, ഓപ്ഷൻ ഡി സ്റ്റേയ്ഡ്. ഓക്കെ, അപ്പോൾ നോക്കേ, എൻ്റെ സിസ്റ്റർ 5 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ താമസമാണ്. ഓക്കെ, എപ്പോഴാണ് തുടങ്ങിയ? 5 വർഷം മുന്നേ തുടങ്ങിയതാണ്, പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷനാണ്. ഇപ്പോഴും എന്താണ്? സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ പാസ്റ്റ് തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് എന്തിൽ വരണം? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരണം. അപ്പോൾ എന്തായിരിക്കും? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ നമ്മൾ എന്താ? പിന്നെ ഇവിടെ ഫോർ വരുന്നുണ്ട്. കീവേഡ് എന്താണ്? ഫോർ വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവാം പാസ്റ്റ് തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഫോർ എന്തായിട്ട് വന്നു? കീവേഡായിട്ട് വന്നു. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഏതായിരിക്കും വരേണ്ടത്? ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റിനെ കാണിക്കുന്ന, ഓക്കെ, ഇവിടെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഈസ് ഒക്കെ എന്താണ്? തെറ്റാണ്. ഇത് പാസ്റ്റ് ആണ്, ഇതും വരില്ല. ഓക്കെ, ഇതും പാസ്റ്റ് ആണ്, പാസ്റ്റ് ചെയ്യും പാസ്റ്റ് ആണ്. ഇത്രയും തന്നെ ഇത് 2 പാസ്റ്റ് ആണെങ്കിൽ തന്നെ ഇത് 2 നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈസ് ഒരിക്കലും ഇവിടെ വരത്തില്ല എന്ന് പറയാം. പിന്നെ എന്താണ്? ഇതാണ് നമ്മുടെ ആൻസർ. ഇത് എങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം? നമുക്ക് എച്ചുകളാണല്ലോ, പ്രസൻറ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ ഹാസ് ഓർ ഹാവ് ആണ്. എച്ച് ആണ്, INGയിൽ എൻഡ് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ ബീൻ കണക്റ്റീവ് വെർബ്, അപ്പം ഹാസ് ബീൻ സ്റ്റേയിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൈ മദർ ഹാസ് ബീൻ ഡാഷ് ഇൻ ബെഡ് ഫോർ ഓൾ മോർണിംഗ്. ഓക്കെ, എന്ന് പറയുന്നത് LI
ലേയിങ്, ബി ലേയിങ്, സി ലൈയിങ്, ഡി ലേയിങ്. ഓക്കെ, മൈ മദർ ഹാസ് ബീൻ ഡാഷ് ഇൻ ബെഡ് ഫോർ ഓൾ മോർണിംഗ്. എല്ലാ ദിവസവും മോർണിംഗിൽ എൻ്റെ അമ്മ ബെഡിൽ തന്നെ ആയിരിക്കും കിടക്കുക. ഓക്കെ, ഹാസ് ബീൻ ING വരും അല്ലേ. ഇവിടെ എന്താ വരേണ്ടത്? ING ആണ്. ലേയിങ് ആണോ, ലേയിങ് ആണോ, ലൈയിങ് ആണോ, ലേയിങ് ആണോ? ലേയിങ് കേട്ടോ. ഓക്കെ, അടുത്ത എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുണ്ട് പെർഫെക്റ്റ് ടെൻസ്. ഇനി നമുക്ക് ജസ്റ്റ് പാസ്റ്റ് ടെൻസിനെ കൂടെ പഠിക്കാം.